നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വൈകുന്നേരം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തേണ്ടത് നിധിയാ. ശരി ശരിയെന്ന് പറഞ്ഞ മാത്രം പോരാ, രണ്ടാളും ശരീരശുദ്ധി പാലിക്കണം. അതൊക്കെ ഓക്കെ, ഞങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് വരാം. ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ അതല്ല. പിന്നെന്താ? അമ്മ, എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓ, ഭാഗ്യം, നിനക്കെങ്കിലും ബോധമുണ്ടല്ലോ. അതായത് ഉത്തമ, ഈ ശരീരശുദ്ധി എന്ന് പറഞ്ഞ കൂടുതൽ വിശദീകരിക്കണ്ട, എനിക്ക് മനസ്സിലായി. ഓ, എന്നിട്ട് മനഃപൂർവ്വം അടവെടുത്തതാണല്ലേ? അതെ, ആ ശരീരശുദ്ധി ഞാൻ അംഗീകരിക്കുന്നില്ല. എന്ത് അംഗീകരിക്കുന്നില്ലെന്ന്? അംഗീകരിപ്പിക്കാനേ എനിക്കറിയാം. എന്തൊരു കഷ്ടം ഇത്. എത്ര നാൾ കൂടി ഒരുമിച്ചാകുന്നത്, എന്നിട്ടും. ഓ, ഇതിപ്പോ ഒരുമിച്ചായതാണോ കുറ്റം? എന്തിനാ വാതിലടക്കുന്നേ? തുറന്നിട്ട്. ഭാര്യയും ഭർത്താവും താമസിക്കുന്ന റൂമാകുമ്പോ ഒരു പ്രൈവസി ഒക്കെ വേണ്ടേ? വാല് തുറന്നിട്ടാ പിന്നെ എന്ത് പ്രൈവസി? അങ്ങനെ പ്രൈവസി ഒന്നും ഇവിടെ ആർക്കും വേണ്ട. എന്നാര് പറഞ്ഞു? എനിക്ക് എന്റെ ഭാര്യയുമായിട്ട് ഇത്തിരി നേരം സൊള്ളണ്ടേ. സാർ എന്തേ കാണിക്കുന്നെ? വിട്, എനിക്കൊന്ന് കുളിക്കണം. ഓ, ഇപ്പൊ കുളിക്കൊന്നും വേണ്ട. ഈ ഹോസ്പിറ്റലിലെ അഴുക്ക എന്റെ ദേഹത്ത്. ഒരഴുക്കുമില്ല, നല്ല മണം. സാറിന്റെ കാര്യം. പരമസാത്വികനും സന്യാസിയുമായ ശ്രീബുദ്ധന്റെ പേര്. അത് വെച്ച് പറയുന്നത് മുഴുവനും വഷളത്തരം. എങ്കി എന്റെ സ്വഭാവത്തിന് പറ്റിയ പേര് നീ ഇട്ടോ. ഇടട്ടെ. ഇട്ടോ. കാമദേവൻ എങ്ങനെയുണ്ട്? സ്വഭാവം വെച്ച് നന്നായി ചേരും. ഗൗതം സാറേ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ല ഗുമ്മുണ്ട് കാമദേവൻ സാറേ എന്ന് വിളിക്കാൻ. അല്ലെങ്കിൽ വേണ്ട, കാമൻ സാറേ എന്ന് വിളിക്കാം. അല്ലേ കാമൻ സാറേ? കാമൻ, അത് കൊള്ളാം. പക്ഷേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാമൻ സാറേ? ദയവ് ചെയ്ത് നിന്റെ ഈ സാറേ എന്നുള്ള വിളി ഒന്ന് ഒഴിവാക്കണം. എന്നെ പേര് വിളിച്ചാൽ മതി. അയ്യോ, വിളിച്ച് ശീലിച്ചു പോയല്ലോ, ഇനി എങ്ങനെ മാറ്റും? മാറ്റിയേ പറ്റൂ. ആ പരട്ട ശിവാനി വരെ എന്നെ ഗൗതം ഗൗതം എന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് നീ എന്നെ സാറേന്ന് വിളിക്കുന്നത് നിനക്ക് തന്നെ കുറച്ചില്ല. ആണോ? അതെ, എന്നെ പേര് വിളിക്കും. ശരി കാമ, ഇനി ഞാൻ നിന്നെ കാമാന്ന് വിളിക്കാം. നിന്റെ ഒരു കാമൻ കാണിച്ചേരാം. വീട് കാമ. കാമനോ? അല്ല ഗൗതം, എന്നെ വീട്. നിന്നെ ഞാനിന്ന് കൊല്ലും. ഇങ്ങോട്ട് മാറും, എങ്ങോട്ട് മാറും? എനിക്ക് പോണം. മാറൂല. വെരി സോറി, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. അതെ, വൈകിട്ട് ഞാൻ വിളക്ക് കൊളുത്തണമെന്ന് അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ശരീരശുദ്ധി പാലിക്കണമെന്നും. മാറ്. എന്ത് ശരീരശുദ്ധി? ഈ വിളക്ക് കണ്ടുപിടിച്ചനെ ഓടിച്ചിട്ട് തല്ലണം. ഇങ്ങനൊന്നും പറയരുത് സർ. അയ്യോ, സോറി സോറി. ഗൗതം, മാറ് പ്ലീസ്. മാറൂല. മാറാൻ. മാറ്. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. എന്തിനാ? അടുത്തടുത്തിരുന്നെന്ന് വെച്ചാൽ ശരീരശുദ്ധി ഒന്നും പോവില്ല. ഇരുന്നാ പോവില്ല, പക്ഷേ അന്നേരം വേറെന്തേലും ഒക്കെ തോന്നും. എങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. Sorry.
അതൊക്കെ വാ, ഇവിടെ ഇരിക്കേ. മോക്ക് കുടിക്കാൻ ജ്യൂസോ മറ്റോ എടുക്കട്ടെ? ഒന്നും വേണ്ട ആന്റി. ആന്റിക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ, അത് കേട്ടപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. ഇനിയെങ്കിലും ആന്റി എന്നൊരു ശത്രുവായിട്ട് കാണരുത്. ആന്റിയുടെ മുന്നിലുള്ളത് ഒരു പുതിയ ശിവാനി തന്നെയാ. നിധിയെ ഗൗതമിനെയോ ഞാൻ ഒരിക്കലും ദ്രോഹിക്കില്ല. ഇത് പറഞ്ഞു തന്നെ നീ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഗൗതമിന്റെയും നിധിയുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറാനാ നീ ശ്രമിച്ചത്. ഒരിക്കലല്ല ആന്റി. വസുന്ധര പറഞ്ഞപ്പോ ഗൗതമിനെ ഒരു ഹോം നഴ്സായിട്ട് ഞാൻ പരിചരിക്കാൻ തയ്യാറായി. പക്ഷെ നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു. ഹാർട്ട് ബീറ്റ്സ് ആപ്പ് ലോഞ്ചിന് നിധിക്ക് പകരം ആവാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. മോഡലിംഗ് ഒരിക്കലും എന്റെ പ്രൊഫഷൻ ആയിരുന്നല്ലോ. ഗൗതമിനൊപ്പം സ്റ്റേജിലൊരു പെർഫോമൻസ് നടത്താമെന്നല്ലാതെ ആന്റി, ഞാൻ ആരുടെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ബാംഗ്ലൂർ യാത്ര, ഗൗതമിനൊരു പേഴ്സണൽ അസിസ്റ്റന്റിനെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു സഹായം ആവുന്നെങ്കിൽ ആവട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷെ അവിടെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു. എനിക്കറിയാം, പക്വതയില്ലാത്ത പ്രായത്തില് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഞാൻ ചില തെറ്റുകളൊക്കെ ചെയ്തു പോയി. അതിന്റെ ശാപം ഇപ്പോഴും എന്നെ വേട്ടയാടുക. ചങ്കെടുത്ത് കാണിച്ചാലും അത് ചെമ്പരത്തിപ്പൂവാണെന്ന് ഈ ലോകം കരുതും. ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സമാധാനമുണ്ട്. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണെന്ന് ഗൗതമനെ നിധിക്ക് മനസ്സിലായി. ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് ഞാൻ എന്റെ നെഞ്ച് കാട്ടിക്കൊടുക്കുമ്പോ ഗൗതമന് വേണ്ടി മരിക്കുന്നതിനുള്ള സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിൽ. പോട്ടെ മോളെ, ഇനി അതൊന്നും ആലോചിക്കണ്ട. നിനക്ക് നല്ല ബുദ്ധി തോന്നി തുടങ്ങിയതിൽ സന്തോഷം. ഈ പണവും സുഖസൗകര്യങ്ങളും ഒന്നും ആരും കൊണ്ടുവരുന്നതല്ല. ആരും അതെങ്ങും കൊണ്ടുപോവുകയില്ല. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക, അത് മാത്രം പ്രധാനം. എനിക്കത് മനസ്സിലായി ആന്റി. ഈ കുടുംബം എന്റെ കണ്ണ് തുറപ്പിച്ചു. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തരേണ്ടത് ഇനി ഞങ്ങളുടെ കടമയാ. ഞങ്ങൾ അത് ചെയ്യും. ഒന്നും വേണ്ട ആന്റി. കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ എന്നെ അനുവദിച്ചാൽ മതി. എങ്കിൽ അതായിരിക്കും എന്റെ ഏറ്റവും വലിയ പുണ്യം. ഏയ്, നിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ മറ്റുള്ളവരോടൊന്ന് ആലോചിക്കട്ടെ. പോയി റെസ്റ്റ് എടുക്ക. ശരി ആന്റി. ഒന്ന് റൂമിലേക്ക് വാ. ഏട്ടത്തിയോട് നീ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. നിന്റെ അഭിനയം സൂപ്പറായി. സിനിമയിലൊന്നും ചാൻസ് കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ നീ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ചീറിപ്പാഞ്ഞ് വരുന്ന വെടിയുണ്ടയ്ക്ക് നേരെ നെഞ്ച് കാണിച്ചു കൊടുത്തു പോലും. ദേഹം നോവുന്ന ഒരു പരിപാടിക്ക് നീ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം.